ഹലോ കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്നത് കല്യാണ സൗഗന്ധികം എന്ന കഥയാണ്. പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമൻ വായുദേവന്റെയും കുന്തിദേവിയുടെയും പുത്രനാണ്. ഒരു നാൾ ഭീമൻ തന്റെ പത്നി പാഞ്ചാലിയുമായി വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു മനം മയക്കുന്ന സുഗന്ധം. ആ സുഗന്ധത്തിൽ മതിമറന്നു നിന്നപ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു വാടിയ പുഷ്പം പറന്നു പറന്നു വന്നു വീണു. പാഞ്ചാലി ആ വാടിയ പുഷ്പം എടുത്തു പറഞ്ഞു, വാടിയ പുഷ്പത്തിന് ഇത്രയും സുഗന്ധമാണെങ്കിൽ വാടാത്ത പുഷ്പത്തിന് എന്ത് സുഗന്ധമായിരിക്കും? ആ പൂ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പത്നിയോട് അതീവ സ്നേഹമുള്ള ഭീമൻ അപ്പോൾ തന്നെ ആ പൂ അന്വേഷിച്ച് യാത്ര തുടങ്ങി. കാടും മലയും ഘോര വനവും താണ്ടി ആ പൂ അന്വേഷിച്ച് യാത്ര തുടർന്നു. പെട്ടെന്നാണ് ഭീമൻ അത് ശ്രദ്ധിച്ചത്. തനിക്ക് കടന്നു പോകാനുള്ള പാതയ്ക്ക് കുറുകെ ഒരു വൃദ്ധനായ വാനരൻ ശയിക്കുന്നു. നരച്ചു ചുളിഞ്ഞു മൃതപ്രാണനായ ഒരു വാനരൻ. ഭീമനെ കണ്ടിട്ടും വഴി മാറുന്ന ലക്ഷണമില്ല. ഭീമൻ ദേഷ്യത്തോടെ പറഞ്ഞു, നോക്കടാ, എന്നുടെ മാർഗേ കിടക്കുന്ന മർക്കടാ, നീ ഒന്ന് മാറിക്കിടാശടാ. വാനരൻ കണ്ണു തുറന്നു വിറച്ചു വിറച്ചു പറഞ്ഞു, അല്ലയോ മഹാദേവ, എനിക്കിവിടെ നിന്ന് എഴുന്നേൽക്കാൻ ത്രാണിയില്ല. അങ്ങ് എൻ്റെ വാൽ മാറ്റി വെച്ച് കടന്നു പോയാലും 1000 ആനകളുടെ ശക്തിയുള്ള എന്നോടാണോ വാനര നിന്റെ ഈ കളി? ശരിയാക്കി തരാം. ഭീമൻ തന്റെ ഗദ എടുത്ത് വാൽ മാറ്റാൻ ശ്രമിച്ചു. അനങ്ങുന്നില്ല. വീണ്ടും വീണ്ടും ശ്രമിച്ചു. വാൽ മാറ്റാൻ പോയിട്ട് വാലിന്റെ രോമം പോലും അനക്കാൻ അതിശക്തനായ ഭീമന് സാധിച്ചില്ല. വിയർത്തു പരാജയപ്പെട്ടു ഭീമൻ നിലത്തിരുന്നു. ലജ്ജ കൊണ്ട് താഴ്ന്ന മുഖം ഉയർത്തി ചോദിച്ചു, വാനര ശ്രേഷ്ഠ, താങ്കൾ ആരാണ്? പൊട്ടിച്ചിരിച്ചുകൊണ്ട് വാനരൻ എഴുന്നേറ്റു. അത് സാക്ഷാൽ ഹനുമാനായിരുന്നു. ഹനുമാൻ പറഞ്ഞു, സഹോദര ഭീമ, നാം ഒരിക്കലും ശോഭിക്കരുത്, അഹങ്കരിക്കരുത്. തന്റെ തെറ്റു മനസ്സിലാക്കിയ ഭീമൻ ഹനുമാനോട് മാപ്പ് പറഞ്ഞു. കല്യാണ സൗഗന്ധികം അന്വേഷിച്ചുള്ള യാത്ര തുടർന്നു. ഇതിന്റെ ഗുണപാഠം മനസ്സിലായോ കൂട്ടുകാരെ? അഹങ്കാരം ആപത്താണ്. നാം ഒരിക്കലും ശോഭിക്കരുത്, അഹങ്കരിക്കരുത്. നന്ദി, നമസ്കാരം.